ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 58 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 59 മുതൽ 64 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅ്ബുദുശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ വഅൻ യഅ്ബുദൂനി ഹാസാ സിറാത്തും മുസ്തഖീം വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ ഹാസിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി നല്ലവരായ സത്യവിശ്വാസികളായ ആളുകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖങ്ങളെക്കുറിച്ച്. അവർ അവിടെ ഇണകളായിട്ടായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല, ഏറ്റവും നല്ല സുഖങ്ങൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കും. പല പഴവർഗ്ഗങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അവർ ചാരുമഞ്ചങ്ങളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ശേഷം അള്ളാഹു പറയുന്നു, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. വംതാസു, ആ വാവ് ഇസ്തിനാഫിയുടെ വാവാണ്. ഒരേ വിഷയം പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ പുതിയൊരു കാര്യം പറയാം. അപ്പോൾ അതിന് തുടക്കത്തിൽ ഒരു ചേർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാവ് കൊടുക്കും. അതാണ് ഇസ്തിനാഫിയുടെ വാവ്. പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല അതിന്. ഇംതാസു, മാസ എന്ന് പറഞ്ഞാൽ വേർതിരിച്ചു എന്നാണ്. ഇംതാസ എന്ന് പറഞ്ഞാൽ വേർതിരിഞ്ഞു എന്നാണ്. അതിൻ്റെ കൽപ്പനക്രിയ ഇംതാസ്, വേർതിരിയ്. കുറേ പേരോട് പറയുമ്പോൾ ഇംതാസു, നിങ്ങൾ വേർതിരിഞ്ഞു നിൽക്കുവീൻ, അല്ലെങ്കിൽ നിങ്ങൾ വേറിട്ട് നിൽക്കുവീൻ, വേർപ്പെടുവീൻ. മുംതാസ് ഒക്കെ ഇതിൽ നിന്നുണ്ടായതാണ്. മുംതാസ് എന്ന് പറഞ്ഞാൽ വേറിട്ടത്, എക്സലൻ്റ് എന്ന് പറയില്ലേ, ഏറ്റവും അതുല്യമായത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ബഹുവചന രൂപത്തിലുള്ള കൽപ്പനക്രിയയായിട്ടാണ് ഇവിടെ വന്നത്. ഇംതാസു, നിങ്ങൾ വേറിടുവീൻ, അല്ലെങ്കിൽ നിങ്ങൾ വേറിട്ട് നിൽക്കുവീൻ. അൽ യൗമ, ഇന്ന്. അയ്യുഹൽ മുജ്രിമൂൻ, അയ്യുഹ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്നൊരു പദപ്രയോഗമാണ്. ഹേ എന്നൊക്കെ നമുക്കതിന് വേണമെങ്കിൽ അർത്ഥം കൊടുക്കാം. യാ അയ്യുഹൽ കാഫിറൂൻ നമ്മൾ ചെറിയ സൂറത്തിൽ പഠിച്ചിട്ടില്ലേ. മുജ്രിമൂൻ, അജ്റമ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തു. മുജ്രിം, കുറ്റം ചെയ്യുന്നവൻ, കുറ്റവാളി. മുജ്രിമൂൻ, കുറ്റം ചെയ്യുന്നവർ, ബഹുവചനാണ്. അയ്യുഹൽ മുജ്രിമൂൻ എന്ന് പറയുമ്പോൾ കുറ്റവാളികളെ, അതൊരു വിളിക്കലായിട്ട് മാറും. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ ഇന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുവീൻ. അടുത്തായത് അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ. അലം അഹദ്, അഹിദ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചു, ആജ്ഞാപിച്ചു എന്നൊക്കെയാണ്. ഉപദേശിച്ചു എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം കൊടുക്കാം. അതിൻ്റെ മുലാരിയായിട്ടുള്ള രൂപം, മുലാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. അഹദു, യഹദു, അങ്ങനെ ആ രൂപത്തിലൊക്കെ ഉള്ളത് മുലാരിയായിട്ടുള്ള രൂപങ്ങളാണ്. അഹദു എന്ന് പറയുമ്പോൾ ഞാൻ കൽപ്പിക്കും, ഞാൻ കൽപ്പിക്കുന്നു. യഹദു, അവൻ കൽപ്പിക്കും, അവൻ കൽപ്പിക്കുന്നു. തഹദു, നീ കൽപ്പിക്കും, നീ കൽപ്പിക്കുന്നു. ആ രൂപത്തിലാണ് അർത്ഥം പോവുക. ഈ അഹദു എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ കൽപ്പിക്കും, ഞാൻ കൽപ്പിക്കുന്നു എന്നാണല്ലോ. അതിൻ്റെ മുമ്പിൽ ലം ചേരുമ്പോൾ ലം അഹദു എന്നല്ല പറയാം, ലം അഹദ്. അപ്പോൾ അർത്ഥം ഞാൻ കൽപ്പിച്ചിട്ടില്ല. ലം അഹദ്, ഞാൻ കൽപ്പിച്ചിട്ടില്ല. അതിൻ്റെ മുമ്പിൽ ചോദ്യത്തിന് വേണ്ടിയൊരു ഹംസയുണ്ട്. ഹംസത്തു ഇസ്തിഫാം എന്ന് പറയും. അപ്പോൾ അലം അഹദ്, ഞാൻ കൽപ്പിച്ചിട്ടില്ലേ, ഞാൻ കൽപ്പന നൽകിയിട്ടില്ലേ, ഞാൻ ഉപദേശം നൽകിയിട്ടില്ലേ. ഇലൈക്കും, നിങ്ങളിലേക്ക്. ഇലാലേക്ക് കും, നിങ്ങൾ. ഇലൈക്കും, നിങ്ങളിലേക്ക്. യാ ബനി ആദമ, യാ എന്ന് പറഞ്ഞാൽ അത് വിളിക്കാൻ ഉപയോഗിക്കുന്നൊരു പദമാണ്. ബനി എന്ന് പറഞ്ഞാൽ മക്കൾ, സന്താനം. ആദമ, ആദമിൻ്റെ. യാ ബനി ആദമ, ആദമിൻ്റെ സന്താനങ്ങളെ, ആദമിൻ്റെ മക്കളെ. അൻ ലാ തഅ്ബുദു, അൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ എന്നുള്ള അർത്ഥം കൊടുക്കാം. ലാ തഅ്ബുദു,
അബദ എന്ന് പറഞ്ഞാൽ ആരാധിച്ചു അല്ലെങ്കിൽ അനുസരിച്ചു, അടിമപ്പെട്ടു എന്നൊക്കെയാണ്. അതിൻ്റെ മുതാരി യഅ്ബുദു, തഅ്ബുദു എന്നൊക്കെ പറയും. യഅ്ബുദു എന്നാകുമ്പോൾ അവൻ ആരാധിക്കും, അവൻ ആരാധിക്കുന്നു, അവൻ അനുസരിക്കും, അവൻ അനുസരിക്കുന്നു. തഅ്ബുദു നീ ആരാധിക്കും, നീ ആരാധിക്കുന്നു, നീ അനുസരിക്കും, നീ അനുസരിക്കുന്നു. തഅ്ബുദൂന നിങ്ങൾ അനുസരിക്കും, നിങ്ങൾ അനുസരിക്കുന്നു. അതിനു മുമ്പിൽ ലാ എന്ന് ചേരുമ്പോൾ ലാ തഅ്ബുദു നിങ്ങൾ അനുസരിക്കരുത്, നിങ്ങൾ ആരാധിക്കരുത്, നിങ്ങൾ അടിമപ്പെടരുത്. അശ്ശൈത്വാന പിശാജിന്, ഇന്നഹു നിശ്ചയമായും അവൻ, ഇന്ന തീർച്ചയായും നിശ്ചയമായും, ഹു അവൻ, ഇന്നഹു നിശ്ചയമായും അവൻ, ലക്കും നിങ്ങൾക്ക്, അദുവുൻ ശത്രുവാണ്, മുബീൻ വ്യക്തമായ സ്പഷ്ടമായ പ്രത്യക്ഷമായ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ, ആദം സന്തതികളെ നിങ്ങൾക്ക് ഞാൻ ആജ്ഞ നൽകിയിട്ടില്ലേ, നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ, അല്ലാ തഅ്ബുദു ശൈത്വാന പിശാചിനെ അനുസരിക്കരുത് എന്ന്, പിശാചിന് അടിമപ്പെടരുത് എന്ന്, അല്ലെങ്കിൽ പിശാചിനെ ആരാധിക്കരുത് എന്ന്. ഇന്നഹു ലക്കും അദുവുൻ മുബീൻ തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ പ്രത്യക്ഷമായ ശത്രുവാകുന്നു. അടുത്ത ആയത്ത് വ അനിഅ്ബുദൂനി, വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. അൻ എന്ന്, ഉഅ്ബുദൂനി അബദ ആരാധിച്ചു അനുസരിച്ചു അല്ലെങ്കിൽ അടിമപ്പെട്ടു. അതിൻ്റെ കൽപ്പന ക്രിയ ഉഅ്ബുദ് നീ ആരാധിക്ക്, ഉഅ്ബുദൂ നിങ്ങൾ ആരാധിക്കുവീൻ, നീ എന്നെ, വ അനിഅ്ബുദൂനി നിങ്ങൾ എന്നെ ആരാധിക്കണമെന്നും. അൻ എന്ന് പറഞ്ഞാൽ എന്ന്, വാവും കൂടെ ചേർത്ത് പറയുമ്പോൾ എന്നർത്ഥം പറയുമ്പോൾ, വ അൻ എന്ന് പറയുമ്പോൾ എന്നും. ഉഅ്ബുദൂനി എന്നെ ആരാധിക്കുക, അപ്പോൾ വ അനിഅ്ബുദൂനി എന്നെ ആരാധിക്കണമെന്നും. ഹാസ സിറാത്തും മുസ്തഖീം, ഹാസ ഇതാകുന്നു അല്ലെങ്കിൽ ഇത്, സിറാത്തുൻ വഴിയാണ് പാതയാണ്, മുസ്തഖീം നേരായ ചൊവ്വായ ഗൃജുവായ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വ അനിഅ്ബുദൂനി ഹാസ സിറാത്തു മുസ്തഖീം എന്നെ നിങ്ങൾ ആരാധിക്കണമെന്നും ഇത് നേരായ പാതയാണ്, നേരായ വഴിയാണ്. അടുത്തായത് വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറൻ. വലഖദ് വാവ് ഇസ്തിനാഫയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. ലഖദ് ലാ എന്ന് പറഞ്ഞാലും ഖദ് എന്ന് പറഞ്ഞാലും ഒരു തൗക്കീദിന് വേണ്ടിയിട്ടാണ്. ലാ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, ഖദ് തീർച്ചയായും. അപ്പോൾ ലഖദ് തീർച്ചയായും അങ്ങനെ തന്നെ. അദല്ല ദല്ല എന്ന് പറഞ്ഞാൽ വഴിപിഴച്ചു, അദല്ല വഴിപിഴപ്പിച്ചു. വലഖദ് അദല്ല തീർച്ചയായും വഴിപിഴപ്പിച്ചിട്ടുണ്ട്, മിൻകും നിങ്ങളിൽ നിന്ന്, മിൻ പറഞ്ഞാൽ ഇൽ നിന്ന്, കും നിങ്ങൾ, മിൻകും നിങ്ങളിൽ നിന്ന്. ജിബില്ലൻ ജബീൽ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ജിബിൽ. ജബീൽ എന്ന് പറഞ്ഞാൽ സംഘം അല്ലെങ്കിൽ വിഭാഗം, ജിബില്ലൻ സംഘങ്ങൾ വിഭാഗങ്ങൾ, കസീറൻ അനേകം ധാരാളം, ജിബില്ലൻ കസീറൻ അനേകം സംഘങ്ങളെ അനേകം ജനസമൂഹങ്ങളെ. അഫലം തക്കൂനു താഖിലൂൻ, അഫലം തക്കൂനു കാന ആണ് ആകുന്നു, അതിൻ്റെ മുതാരിയാണ് യക്കൂനു തക്കൂനു എന്നൊക്കെ. യക്കൂനു എന്ന് പറഞ്ഞാൽ അവനായിരുന്നു, തക്കൂനു നീ ആയിരുന്നു, തക്കൂനൂന നിങ്ങൾ ആയിരുന്നു. അതിനു മുമ്പിൽ ലം വരുമ്പോൾ ലം തക്കൂനു എന്നാവും, അവസാനത്തെ നൂന് പോവും. ലം തക്കൂനു നിങ്ങൾ ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആയിരുന്നില്ല എന്ന് വേണമെങ്കിലും അർത്ഥം കൊടുക്കാം. അതിന് മുമ്പിൽ ഒരു ഫ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ മുമ്പിൽ ഒരു ആ ഉണ്ട്, ഹംസ. അപ്പോൾ ചോദ്യമായിട്ട് മാറും. അലം തക്കൂനു നിങ്ങൾ ആയിരുന്നില്ലേ. അതിൻ്റെ ഇടയിലാണല്ലോ ഒരു ഫ ഉള്ളത്. ആ ഫ ലം എന്നല്ലേ. ആ ഫ എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് ആദ്യം പറയാം. ഫ എന്നിട്ടും അല്ലെങ്കിൽ എന്നിട്ട്. അപ്പോൾ അഫലം തക്കൂനു എന്നിട്ടും നിങ്ങൾ ആയിരുന്നില്ലേ. താഖിലൂൻ അഖല ചിന്തിച്ചു മനസ്സിലാക്കി, യഅഖിലു ചിന്തിച്ചു മനസ്സിലാക്കും, ചിന്തിച്ചു മനസ്സിലാക്കുന്നു. തഅഖിലു നീ ചിന്തിച്ചു മനസ്സിലാക്കും, നീ ചിന്തിച്ചു മനസ്സിലാക്കുന്നു. താഖിലൂൻ നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കും, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നു. അപ്പോൾ അഫലം തക്കൂനു താഖിലൂൻ ഒന്നിച്ച് പറയുമ്പോൾ എന്നിട്ടും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരായിരുന്നില്ലേ, അല്ലെങ്കിൽ എന്നിട്ടും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടില്ലേ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തക്കൂനു താഖിലൂൻ.
ധാരാളം സംഘങ്ങളെ, ധാരാളം ജനസമൂഹങ്ങളെ നിങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും വഴിപിഴപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നില്ലേ? അല്ലെങ്കിൽ എന്നിട്ടും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടില്ലേ? അടുത്തായത് ഹാസിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ. ഹാസിഹി ഇതാണ്, അല്ലെങ്കിൽ ഇതാ, ജഹന്നം നരകം, അല്ലത്തി അല്ലത്തി എന്നുള്ളത് അങ്ങനെയുള്ളതായ എന്നുള്ള അർത്ഥമാണ്. അത് സ്ത്രീലിംഗത്തിൻ്റെ മുമ്പിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ശരിക്കും ജഹന്നമിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതായതുകൊണ്ടാണ് അല്ലത്തി എന്ന് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ അല്ലസി എന്ന് ഉപയോഗിച്ചാൽ മതി പുല്ലിംഗാണെങ്കിൽ. ജഹന്നം സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് അല്ലത്തി ഉപയോഗിച്ചത്. കുന്തും കാന ആണ്, അതിൻ്റെ കൂടെ അൻതും എന്ന് ചേർന്നപ്പോഴാണ് കുന്തും എന്നായത്, നിങ്ങൾ ആണ്. തുഅദൂൻ വഅദ വാഗ്ദാനം ചെയ്തു, യഇദു വാഗ്ദാനം ചെയ്യും, വാഗ്ദാനം ചെയ്യുന്നു. അതിൻ്റെ മജ്ഹൂൽ രൂപമാണ് യുഅദു തുഅദു എന്നൊക്കെ. വാഗ്ദാനം ചെയ്യപ്പെടും, വാഗ്ദാനം ചെയ്യപ്പെടുന്നു. തുഅദൂൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടും, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. കുന്തും തുഅദൂൻ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നവരായിരുന്നു. അതിനു മുമ്പിൽ അല്ലത്തി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരായ, അല്ലത്തി കുന്തും തുഅദൂൻ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നവരായ, അല്ലെങ്കിൽ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതായ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നതായ എന്നർത്ഥം കൊടുത്താൽ മതി. ഹാസിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതായ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നതായ ആ നരകം ഇതാ, അല്ലെങ്കിൽ ഇതാകുന്നു ആ നരകം. ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. അടുത്തായത് ഇസ്ലൗഹ, സ്വലാ എന്ന് പറഞ്ഞാൽ കത്തിയെരിഞ്ഞു എന്നാണ്. ഇസ്ലൗ നിങ്ങൾ കത്തിയെരിവീൻ, ഹാ അതിൽ, ഇസ്ലൗഹ നിങ്ങൾ അതിൽ കത്തി എരിയുവീൻ. അൽ യൗമ ഇന്ന്, ബിമാ ബി എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച്, അതിനെപ്പറ്റി, അല്ലെങ്കിൽ അത് നിമിത്തം, അങ്ങനെ കറുത്തുണ്ട് ബി എന്നുള്ളതിന്. മാ എന്ന് പറഞ്ഞാൽ അത്, യാതൊന്ന്. ബിമാ അത് നിമിത്തം. കുന്തും കാന എന്നുള്ളതിൻ്റെ കൂടെ അൻതും ചേർന്നപ്പോൾ കുന്തും എന്നായി, നിങ്ങൾ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആകുന്നു, നിങ്ങൾ ആണ് എന്നൊക്കെ അർത്ഥം കൊടുക്കാം. ബിമാ കുന്തും നിങ്ങൾ ആയിരുന്നത് നിമിത്തം. തക്ഫുറൂൻ കഫറ അവിശ്വസിച്ചു, അല്ലെങ്കിൽ നിഷേധിച്ചു. യക്ഫുറു തക്ഫുറു എന്നൊക്കെ പറയുമ്പോൾ നിഷേധിക്കും, നിഷേധിക്കുന്നു. അവിശ്വസിക്കും, അവിശ്വസിക്കുന്നു. തക്ഫുറൂൻ നിങ്ങൾ അവിശ്വസിക്കും, നിങ്ങൾ അവിശ്വസിക്കുന്നു. ബിമാ കുന്തും തക്ഫുറൂൻ നിങ്ങൾ അവിശ്വസിച്ചിരുന്നത് നിമിത്തം. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ നിങ്ങൾ അവിശ്വസിച്ചിരുന്നത് നിമിത്തം ഇന്ന് നിങ്ങൾ കത്തിയെരിയുവീൻ. ഇപ്പോൾ നമ്മൾ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. തൊട്ട് മുമ്പത്തെ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കി, തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, സത്യവിശ്വാസികളായ ആളുകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖങ്ങളെക്കുറിച്ച് അള്ളാഹു പറയാണ് അവിടെ. അതിനുശേഷം നേരെ അതിൻ്റെ മറുവശം പറയാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ കുറ്റവാളികളെ നിങ്ങൾ ഇന്ന് വേറിട്ട് നിൽക്കുകയും എന്നാണ് പറഞ്ഞത്. എവിടുന്നാണ് ഈ വേറിട്ട് നിൽക്കേണ്ടത്? അതിന് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, സത്യവിശ്വാസികളിൽ നിന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുകയും, മറ്റൊന്ന് നിങ്ങൾ പരസ്പരം വേറിട്ട് നിൽക്കുകയും. പരസ്പരം വേറിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ അവർക്ക് സംഘങ്ങളൊന്നും ഉണ്ടാവില്ല, സംഘടനയൊന്നും ഉണ്ടാവില്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിനെ എതിർക്കുന്ന ആളുകളൊക്കെ സംഘം ചേർന്നുകൊണ്ട് പലതും ചെയ്യും. പക്ഷെ നാളെ പരലോകത്ത് അവർ ഒറ്റക്ക് നിൽക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കാൻ അവർക്കൊരു സംഘടനയുടെ സഹായമോ അവരുടെ സംഘബലമോ ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ഓരോരുത്തരും അവരവരുടെ കാര്യം അവരവർ തന്നെ ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വേറിട്ട് നിൽക്കുവീൻ, ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് അവരവരുടെ വിചാരണ നേരിടേണ്ടി വരുമെന്നർത്ഥം. വംതാസുൽ യൗമ ഇന്നത്തെ ദിവസം നിങ്ങൾ വേറിട്ട് നിൽക്കണം, വേറിട്ട് നിൽക്കുവീൻ. അയ്യുഹൽ മുജ്രിമൂൻ കുറ്റവാളികളെ. ഈ ആയത്തൊക്കെ കേട്ടിട്ട് ചില സ്വഹാബിമാരൊക്കെ ഒരുപാട് നേരം പുലരുവോളം കരഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ കാണാൻ സാധിക്കും. കാരണം മനുഷ്യൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട്, അവിടെ നമ്മൾ ഏത് വിഭാഗത്തിലാണ് പെടുക നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അല്ല എങ്കിലുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അവിടെ ഏറ്റവും വലിയ അപമാനകരമായൊരവസ്ഥയാണ് നമുക്കുണ്ടാവുക. അവിടെ യാതൊരു സംഘബലമോ നമ്മളെ ഇവിടെ സഹായിക്കാമെന്ന് ഏറ്റിരുന്ന ആളുകളോ ഒന്നും അവിടെ ഉണ്ടാവില്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാറ്റിനെയും പരിഹസിച്ചുകൊണ്ട് നാളത്തെ പരലോകത്തെയൊക്കെ പരിഹസിച്ച് ജീവിച്ചിരുന്ന ആളുകൾ അവിടെ എത്തുന്ന സമയത്ത്
ഒരാളെയും സഹായിക്കാനോ മറ്റോ പറ്റുന്ന അവസ്ഥയിലല്ല. എല്ലാവരും അവരവരുടെ കാര്യം മാത്രം നോക്കുന്ന അവസ്ഥ. അതാണ് അള്ളാഹു പറഞ്ഞത്, കുറ്റവാളികളെ നിങ്ങൾ വേറിട്ട് നിൽക്കുവീൻ, വേർതിരിഞ്ഞു നിൽക്കുവീൻ. അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅ്ബുദു ശൈത്താൻ. പിശാചിനെ അനുസരിക്കരുത് എന്ന് ആദം സന്തതികളെ ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകിയിരുന്നില്ലേ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നില്ലേ, ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിരുന്നില്ലേ. ഇവിടെ ബനി ആദമ എന്നാണ് വിളിച്ചത്, ആദം സന്തതികളെ എന്ന്. കാരണം മനുഷ്യൻ്റെ തുടക്കം മുതൽക്ക്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് തന്നെ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായ കൽപ്പന, കൃത്യമായ ഉപദേശം അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആദം സന്തതികളെ മൊത്തം എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ കൃത്യമായ കൽപ്പന നൽകിയിട്ടില്ലേ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. പിശാചിനെ അനുസരിക്കരുത് എന്ന് അന്ന് മുതലേ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിശാചിനെ അനുസരിക്കരുത്. ഇവിടെ പിശാചിനെ ആരാധിക്കരുത്, ലാ തഅ്ബുദു, നിങ്ങൾ ആരാധിക്കരുത്. പിശാചിനെ ആരാധിക്കുക എന്നുള്ളത് പൂജിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ ആവണമെന്നില്ല. പിശാചിനെ സാധാരണ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന പോലെ പിശാചിനെ ഏതെങ്കിലും തരത്തിൽ ആരാധിക്കുക അല്ലെങ്കിൽ പൂജിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ ആവണമെന്നില്ല. മറിച്ച് പിശാച് നമ്മുടെ മനസ്സിൽ തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കുമ്പോൾ അതിന് വശംവദരായിക്കൊണ്ട്, അതിന് അടിമപ്പെട്ടുകൊണ്ട് ആ തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നവർ, അപ്പോൾ അത് പിശാചിനെ ആരാധിക്കുന്ന പോലെ അല്ലെങ്കിൽ പിശാചിനെ അനുസരിക്കലായി. അതുകൊണ്ടാണ് നിങ്ങൾ പിശാചിനെ അനുസരിക്കരുത്, അല്ലാ തഅ്ബുദു, നിങ്ങൾ അനുസരിക്കരുത് എന്ന്. അശ്ശൈത്വാന, പിശാചിനെ അനുസരിച്ച് കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെതിരാവും. കാരണം അള്ളാഹുവിനെതിരെയാണ് പിശാച് എന്തായാലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹു നമ്മളോട് അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടില്ലേ പിശാചിനെ നിങ്ങൾ അനുസരിക്കരുത് എന്ന്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങൾക്ക് സ്പഷ്ടമായ പ്രത്യക്ഷമായ ശത്രുവാണ് അവൻ എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ. അള്ളാഹു കൃത്യമായിട്ട് തുടക്കം മുതൽ, മനുഷ്യകുലത്തിൻ്റെ തുടക്കം മുതൽ കൃത്യമായ താക്കീത് നൽകിയിട്ടുണ്ട് പിശാചിനെക്കുറിച്ച്. അവൻ നിങ്ങളെ വഴിതെറ്റിക്കും, അവനെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, അവൻ നിങ്ങളുടെ നന്മകൾ എടുത്തു കളയും, അവൻ നിങ്ങളെ നരകത്തിലേക്ക് നയിക്കാൻ അവൻ അതിനുവേണ്ടി പ്രേരിപ്പിക്കും. ഇതൊക്കെ അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ആദമിൻ്റെ മക്കളെ, നിങ്ങൾക്ക് ഞാൻ പിശാചിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ലേ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷമായ ശത്രുവാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. ഇവിടെ ഈ ഒരു 60-ാമത്തെ ആയത്ത് അത് നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു പറയുന്നതാവാം, അല്ലെങ്കിൽ ഇഹലോകത്ത് വെച്ച് പറയുന്നതുമാവാം. പരലോകത്ത് വെച്ചാണെങ്കിൽ ആ ഒരു കുറ്റവാളികളോട് ആ ഒരു സമയത്ത് പറയുന്നു, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടില്ലേ എന്ന്. ഇവിടെ ഈ ലോകത്ത് വെച്ചുള്ള ആളുകളോടാണെങ്കിലും അത് കൃത്യമായിട്ടും യോജിക്കുന്നതാണ്. ആദം സന്തതികളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് എന്ന്. വ അനിഅ്ബുദൂനി, എന്നെ നിങ്ങൾ ആരാധിക്കണമെന്നും അതും ഞാൻ നിങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടില്ലേ. ഹാദാ സിറാത്തു മുസ്തഖീം, ഇതാകുന്നു നേരായ മാർഗം. എന്നെ നിങ്ങൾ ആരാധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ മാർഗമാണ് നേരായ മാർഗം. ഹാദാ സിറാത്തു മുസ്തഖീം, അതാണ് സിറാത്തു മുസ്തഖീം. എന്നെ അനുസരിക്കുവീൻ, എനിക്കടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുവീൻ, എന്നെ ആരാധിക്കുവീൻ, അതാണ് യഥാർത്ഥ ദീൻ, അതാണ് നേരായ മാർഗം. അതിൻ്റെ മറുപുറമാണ് പിശാചിനെ അനുസരിക്കുക എന്നുള്ളത്. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ. അനേകം സംഘങ്ങളെ, അനേകം ജനസമൂഹങ്ങളെ അവൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട് പിശാച്. അഫലം തകൂനു തഅഖിലൂൻ, എന്നിട്ടും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നില്ലേ. അതും ഇവിടെ വെച്ചുള്ള ചോദ്യമാവാം, നാളെ പരലോകത്തുള്ള ചോദ്യമാവാം. എത്രയോ ജനസമൂഹങ്ങളെ പിശാച് വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് പോലും നിങ്ങൾ അതിൽ നിന്നും ബുദ്ധി കൊടുത്ത് ചിന്തിച്ചില്ലേ, ഈ രൂപത്തിൽ പിശാച് ആരെയും വഴിതെറ്റിക്കുമെന്നും നമ്മളതിൽ പെട്ടുപോകരുത് എന്നും ചിന്തിക്കാൻ മാത്രമുള്ള ബുദ്ധി ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ. അപ്പോൾ അഫലം തകൂനു തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കിയിരുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു അബദ്ധത്തിൽ പെടൂലായിരുന്നല്ലോ, നിങ്ങൾ ആ പിശാചിൻ്റെ കൂടെ പോകൂലായിരുന്നല്ലോ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുമായിരുന്നല്ലോ.
ഒരുപാട് സംഘാംഗങ്ങളെ, ഒരുപാട് ജനസമൂഹങ്ങളെ അവൻ വഴിപിഴപ്പിച്ചത് നിങ്ങൾ കണ്ടിട്ട് അതിൽ നിന്നും നിങ്ങളൊരു പാഠവും ഉൾക്കൊണ്ടില്ലേ? അതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാമായിരുന്നില്ലേ ഇതുപോലെ ഞങ്ങളെയും വഴിതെറ്റിക്കുമെന്ന്? ഹാസിഹി ജഹന്നമുല്ലത്തി കുൻതും തുഅദൂൻ, ഇതാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട, ഇതാണ് നിങ്ങളോട് പറയപ്പെട്ട ആ ഒരു നരകം, ഇതാ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഈ രൂപത്തിലൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നരകമുണ്ട് പരലോകത്ത് എന്ന് പറഞ്ഞിരുന്നില്ലേ? ആ നരകം ഇതാ, ഹാദിഹി ഇതാകുന്നു, അല്ലെങ്കിൽ ഇതാ ജഹന്നം നരകം, അല്ലത്തി കുൻതും തുഅദൂൻ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതായ, അതായത് നിങ്ങളോട് പറയപ്പെട്ടിരുന്നതായ, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയപ്പെട്ടിരുന്നതായ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതായ ആ നരകം ഇതാ. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധിച്ചിരുന്ന കാരണം കൊണ്ട് നിങ്ങൾ ആ നരകത്തിൽ കടന്നെരിയുവീൻ. ഇന്ന് നിങ്ങൾ അതിൽ കടന്നെരിയുവീൻ. എന്താണ് കാരണം? ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ അവിശ്വസിച്ചിരുന്ന നിമിത്തം, നിങ്ങൾ നിഷേധിച്ചിരുന്ന നിമിത്തം. അത് നരകത്തെ നിഷേധിക്കലാവാം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഏത് കാര്യത്തെയും നിഷേധിക്കലാവാം, അള്ളാഹുവിനെ നിഷേധിക്കലാവാം. ആ തരത്തിൽ നിങ്ങളിവിടെ നിഷേധികളായി ജീവിച്ചത് കൊണ്ട്, അവിശ്വാസികളായി ജീവിച്ചത് കൊണ്ട് നിങ്ങൾ നരകത്തിൽ കടന്നെരിയുവീൻ എന്ന് അവരോട് പറയപ്പെടും. ഇതാണ് ഈ ഒരു ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വംതാസുൽ യൗമ, അവിടെ നോക്കൂ, വംതാസു എന്ന് നീട്ടാനുണ്ട്, പക്ഷേ അതിന് ശേഷം അൽ യൗമ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്തു വസ്ലുണ്ട്. ഒരു മദ്ദിന് ശേഷം ഹംസത്തു വസ്ൽ വന്നാൽ ആ മദ് നഷ്ടപ്പെടും. അതുകൊണ്ട് വംതാസു അൽ യൗമ എന്ന് പറയില്ല, വംതാസുൽ യൗമ, വംതാസുൽ യൗമ, ആ മദ് നഷ്ടപ്പെടും. അവിടെ നീട്ടാതെ വംതാസുൽ യൗമ എന്നുള്ള രൂപത്തിലാണ് പാരായണം ചെയ്യേണ്ടത്. അതേപോലെ തന്നെയാണ് അയ്യുഹ അൽ മുജ്രിമൂൻ, അയ്യുഹ എന്നുള്ളിടത്ത് ശരിക്ക് അയ്യുഹ അഹ നീട്ടാനുണ്ട്, പക്ഷേ പിന്നീട് അൽ മുജ്രിമൂൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹംസത്തു വസ്ലാണ് തുടക്കം. അപ്പോൾ നീട്ടലിന് ശേഷം ഹംസത്തു വസ്ൽ വന്നു, അതുകൊണ്ട് ആ അയ്യുഹ എന്നുള്ള നീട്ടൽ നഷ്ടപ്പെടും. അയ്യുഹൽ മുജ്രിമൂൻ, മുജ്രിമൂൻ ജീമിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം. റാഇന് കെസ്റായതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക, അവസാനത്തെ നൂന് സുക്കൂനിട്ടിട്ട് നിർത്തും ചെയ്യാം. അടുത്തായത് അലം അഹദ്, അവിടെ ദാലിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം. ഇലൈക്കും യാ ബനീ ആദമ, ബനീ എന്നുള്ളൊരു നീട്ടലിൻ്റെ ശേഷം ആദമ, അതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. നീട്ടലും ഹംസയും മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിലാണ്. 4 or 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ. അല്ലാ തഅ്ബുദു, അൻ ലാ എന്നാണ്, ലാമിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. അങ്ങനെയാകുമ്പോൾ ആ സുക്കൂനിലെ നൂനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഹുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഹുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ അൻ എന്ന് പറയില്ല, അല്ല, അവിടെ ആ നൂനില്ല എന്ന് വിചാരിക്കുക, എന്നിട്ട് ലാമിന് ശബ്ദമുള്ള രൂപത്തിൽ പറയാം, അല്ല തഅ്ബുദു. അവിടെ നോക്കൂ, തഅ്ബുദു എന്നുള്ളിടത്തും ശരിക്കും നീട്ടാനുണ്ട്, തഅ്ബുദു. പിന്നീട് അശ്ശൈത്വാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഹംസത്തു വസ്ലാണ്, അപ്പോൾ നീട്ടലും ഹംസത്തു വസ്ലും അടുത്തടുത്ത് വന്നു, ആ നീട്ടൽ നഷ്ടപ്പെടും. തഅ്ബുദു ഷെയ്ത്താൻ, തഅ്ബുദു ഷെയ്ത്താൻ, അവിടെ ആ നീട്ടലില്ലാത്ത രൂപത്തിലാണ് പാരായണം ചെയ്യുക. അവിടെ ഒരു സിലി കാണാം, പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, നിർത്താതെ ഓതാൻ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്. ഇനി അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ ആ ഷെയ്ത്വാൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിനെ സുക്കൂനിട്ട് നിർത്തുക. അപ്പോൾ തൊട്ട് മുമ്പുള്ള തോ എന്നുള്ള നീട്ടലിന് 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം. ഇന്നഹു, നൂനിൻ്റെ ശബ്ദം മണിക്കുക. ഹു എന്നുള്ള ഹ ഉലമീർ നോക്കുക, അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്, അതുകൊണ്ട് അതിനെ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. ഇന്നഹു ലക്കും അദുവുൻ, അദുവുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം മീമാണ്. മീമിൻ്റെ മുമ്പ് തൻവീൻ വരുമ്പോൾ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ അദുവും മുബീൻ, അദുവും മുബീൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. വ അനിഅ്ബുദൂനി, അവിടെ ജീമ് കാണാം, പാരായണം നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. ഹാസ സിറാത്തുൻ, തൻവീന് ശേഷം മീമാണ്, ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. സിറാത്തും മുസ്തഖീം, അവസാനത്തെ മീമിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. വലഖദ്, ദാലിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, കുറച്ച് വെളിവാക്കി പറയണം, എടുത്ത് പറയണം. വലഖദ്, ദ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അദല്ല മിൻകും, ക്യാഫിൻ്റെ മുമ്പ് സുക്കൂന നൂന്, ആ സുക്കൂന നൂനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. മിൻകും ജിബില്ലൻ, ജിബില്ലൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ക്യാഫാണ്. ക്യാഫിൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ ആ തൻവീനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ജിബില്ല കസീറ, അവിടെ നോക്കൂ, ഒരു സിലി കാണാം, പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, നിർത്താതെ ഓതാൻ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്. ഇനി അവിടെ നിർത്തുകയാണെങ്കിൽ കസീറ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക, കാരണം അവിടെ കസീറൻ ഫത്ത് തൻവീനാണ്. ഫത്ത് തൻവീനുള്ള ഒരു ഭാഗത്ത് പാരായണം നിർത്തുമ്പോൾ അവിടെ ഫത്ത് ആക്കിയിട്ട് 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടുക.
മദ് എഴുവത് എന്നാണ് അതിന് പറയാം, അവിടെ നിർത്തുകയാണെങ്കിൽ. അപ്പോൾ കസീറ. ഇനി അവിടെ നിർത്താതെ പാരായണം ചെയ്യുകയാണെങ്കിൽ ശേഷം വരുന്ന അക്ഷരം ഹംസയാണ്. അഫലം അതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ കസീറൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, അഫലം എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ തൻവീന് ശേഷം ഹംസ വന്നു, ഇൽഹാർ ചെയ്യണം. കസീറൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം അവിടെ ചേർത്തി ഓതുന്ന സമയത്ത്. കസീറൻ അഫലം. തക്കൂനു, താക്കിലൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. ഹാദിഹി, ആ ഒരു ഹ അതിനെ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാം. അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. ഹാദിഹി. ജഹന്നം, അവിടെ നൂൻ്റെ ശബ്ദ് മണിക്കുക. അല്ലത്തി കുന്തും, താൻ്റെ മുമ്പ് സുക്കുള്ള നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. തുഅദൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. ഇസ്ലൗഹൽ യൗമ, അവിടെ നോക്കൂ, ഇസ്ലൗഹ എന്നാണ് ശരിക്കും, ഹ എന്നുള്ളത് നീട്ടാനുണ്ട്. പക്ഷേ അൽ യൗമ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസ്ൽ വന്നപ്പോൾ ആ ഹ എന്നുള്ള നീട്ടൽ നഷ്ടപ്പെടും, വെറും ഹ എന്ന് മാത്രമാവും. ഇസ്ലൗഹ, ഇസ്ലൗഹൽ യൗമ. ബിമാ കുന്തും, താൻ്റെ മുമ്പ് സുക്കുള്ള നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. കുന്തും. തക്ഫുറൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅ്ബുദുശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ വഅൻ യഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ ഹാസിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ. ഇനി ഈ ആയത്തുകളിലെ ഗ്രാമർ നോക്കാം. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അലം അഹദ്, ലം വന്നു കഴിഞ്ഞാൽ, മുലാരിയായിട്ടുള്ള ഒരു ക്രിയയുടെ മുമ്പിൽ ലം വന്നു കഴിഞ്ഞാൽ ആ മുലാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടുമെന്നാണ് പറയാം. ഇപ്പോൾ യക്തുബു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം വന്നാൽ ലം യക്തുബ്, അവസാനത്തിൽ ജസ്മ് കൊടുത്തു, അതായത് സുക്കൂൻ ഇട്ടിട്ടാണ് സാധാരണ ജസ്മ് കാണിക്കുക, എപ്പോഴും അങ്ങനെ അല്ലെങ്കിലും. ഇവിടെ അഹദു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം വന്നപ്പോൾ ലം അഹദ് എന്നായി. അർത്ഥം പറയുമ്പോൾ മുലാരിയുടെ കൂടെ ഇല്ലാന്ന് ചേർത്താൽ പറ്റില്ല, മാലിയുടെ കൂടെ ഇല്ലാന്ന് ചേർക്കുന്ന രൂപത്തിലാണ് അർത്ഥം പറയാം. ഇപ്പോൾ യക്തുബു എന്ന് പറഞ്ഞാൽ അവൻ എഴുതുന്നു അല്ലെങ്കിൽ അവൻ എഴുതുമെന്നല്ലേ. അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ അവൻ എഴുതുന്നില്ല എന്നല്ല അർത്ഥം വരിക, അവൻ എഴുതിയിട്ടില്ല എന്നാണ് അർത്ഥം വരിക. ലം യക്തുബ്, അവൻ എഴുതിയിട്ടില്ല. ലം തക്തുബ്, നീ എഴുതിയിട്ടില്ല. അതേപോലെ ഇവിടെ ലം അഹദ്, അഹദു എന്നുള്ള മുമ്പിൽ ലം വന്നു, അപ്പോൾ ഇല്ല എന്നുള്ള അർത്ഥം കിട്ടും. അഹദു, ഞാൻ കൽപ്പിക്കും, ഞാൻ കൽപ്പിക്കുന്നു. ലം അഹദ്, ഞാൻ കൽപ്പിച്ചിട്ടില്ല എന്നുള്ള അർത്ഥമാണ് കിട്ടുക. ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅ്ബുദു ശൈത്വാന. അല്ലാ തഅ്ബുദു, ആരാധിക്കരുത് എന്ന്. എന്തിനെ? അശൈത്വാന, പിശാചിനെ. അപ്പോൾ അത് ഒബ്ജക്റ്റാണ്, മഫ്ഊലും ബിഹിയാണ്, കർമ്മാണ്. ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബാണ്, അതുകൊണ്ടാണ് ശൈത്വാന എന്ന് അവസാനത്തിൽ നെസ്ബ് കൊടുത്തത് അല്ലെങ്കിൽ അതിന് ഫത്ത് ഇട്ടത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിച്ചു, അദുവിനെ മുബീൻ കൊണ്ട് വിശേഷിപ്പിച്ചു, സിഫത്താണ്. അങ്ങനെ വരുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക, അതുകൊണ്ടാണ് അദുവുൻ. അതിൻ്റെ അവസാനത്തിൽ റഫ് ആണ്, മുബീനുൻ അതിൻ്റെയും അവസാനത്തിൽ റഫ് ആണ്, ലമ്മാണല്ലോ, ലമ്മ് തൻവീനാണ്. വ അനിഅ്ബുദൂനി ഹാദ സിറാത്തും മുസ്തഖീം, അവിടെയും സിറാത്തിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് മുസ്തഖീം, നേരായ വഴി. എങ്ങനെയുള്ള വഴി? നേരായ വഴി. അപ്പോൾ സിറാത്തുൻ മുസ്തഖീമുൻ രണ്ടും ഒരേ രൂപത്തിൽ എഴുതി, കാരണം അത് സിഫത്തായതുകൊണ്ട്. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറൻ, അനേകം ആളുകളെ, അനേകം സംഘങ്ങളെ. ജിബില്ലിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് കസീർ, രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്, ജിബില്ലൻ കസീറൻ. അഫലം തക്കൂനു, ശരിക്ക് തക്കൂനൂന എന്നാണ്. അതിനു മുമ്പിൽ ലം വരുമ്പോൾ ലമ്മിന് ശേഷം വന്ന മുലാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടണം. തക്കൂനൂന എന്നുള്ളതിന് ജസ്മ് കൊടുക്കാൻ അവസാനത്തിൽ സുക്കൂൻ ഇടല്ല ചെയ്യുക. നേരത്തെ അഹദു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനാണല്ലോ, അതേപോലെയല്ല ഇവിടെ. ഇവിടെ അവസാനത്തെ നൂനെ കളയുക ചെയ്യുക. അപ്പോൾ തക്കൂനൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനെ കളയുമ്പോൾ തക്കൂനൂ എന്നാവും. അപ്പോൾ ആ ലം വന്നതുകൊണ്ടാണ് തക്കൂനൂ എന്നായത്. അഫലം തക്കൂനു തഅഖിലൂൻ ഹാസിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും
അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.